ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം അഥവാ പാലപ്പം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ. മുന്നേ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പാലപ്പം ഉണ്ടാക്കുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഫീഡ്ബാക്ക്സ് കിട്ടിയ റെസിപ്പിയാണത്. 1 മില്യൺ എബോവ് വ്യൂസ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മില്യണിലേക്ക് അടുക്കുന്നു അതിൻ്റെ വ്യൂസ്. ഒത്തിരി പേര് തയ്യാറാക്കി നോക്കി. എനിക്കൊന്ന് വിദേശത്തൊക്കെ ഉള്ളവരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടാക്കിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ സോഫ്റ്റായിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടി. കമൻറ്റ് സെക്ഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അരി അരച്ചിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ നമ്മളതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാത്ത രീതിയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു അത് കറക്റ്റ് ഫെർമെൻ്റ് ആയിട്ട് വന്നില്ല, സോഫ്റ്റായിട്ട് കിട്ടില്ല. പക്ഷേ കുറേ പേർക്ക് അത് ശരിയായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതി ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഫെർമെൻ്റ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ പാലപ്പം ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവർ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നൊരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പാലപ്പമൊക്കെ കറക്റ്റ് ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന രീതി ഫോളോ ചെയ്താൽ മതി. അപ്പോൾ തയ്യാറാക്കി നോക്കുക. ഈ ക്രിസ്മസ് ടൈമിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പാലപ്പം അല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി പാലപ്പം ഉണ്ടാക്കാനായിട്ട് ആരും പേടിക്കേണ്ട, വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അതിലെ അളവുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് 1.5 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി റൈസ് ഒന്നും അല്ല, സാധാരണ പച്ചരിയാണ്. ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തൊരു 3 വട്ടമൊക്കെ കഴുകിയെടുത്ത ശേഷം വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് കുതിർന്ന് വരാൻ വേണ്ടി മാറ്റി വയ്ക്കണം. 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും റൈസ് നന്നായിട്ട് കുതിർന്നിട്ട് വരും. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റൈസ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. കണ്ടോ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസൊക്കെ എടുക്കാം. ഇത് ഏത് റൈസ് എടുത്താലും പാലപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1/2 കപ്പ് കുക്ക്ഡ് റൈസ്, അതായത് നിങ്ങൾ വൈറ്റ് റൈസ് ആണെങ്കിലും കുത്തരി ആണെങ്കിലും ഏതായാലും കുഴപ്പമില്ല. 3/4 കപ്പ് തേങ്ങ, ഞാൻ അരി അളന്നെടുത്ത സെയിം കപ്പിന് 1/2 കപ്പ് റൈസും 3/4 കപ്പ് തേങ്ങയും പിന്നെ ഒരു ചെറിയ ഉള്ളിയും പിന്നെ ഒരു വെളുത്തുള്ളി. ഇത് ചേർക്കാതെയാണ് നിങ്ങൾ പാലപ്പം ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതൊന്ന് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കൂ. നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് അരച്ചെടുക്കാനായിട്ടുള്ള ചേരുവകൾ. പിന്നെ വെള്ളം ഒരു 1.25 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. തരികളൊന്നും ഉണ്ടാവരുത്, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. പാലപ്പത്തിന് ഇത് പോരാ, കുറച്ചുകൂടെ ലൂസായിട്ട് വേണം വരാനായിട്ട്. അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടുണ്ട്. ഇതുപോലെ വേണം മാവിരിക്കാനായിട്ട്. എങ്കിലാണ് നമ്മൾ പാലപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് 1 പിഞ്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഇഷ്ടമില്ല എങ്കിൽ മുന്നേ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്ത പാലപ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കൂ. അപ്പോൾ ചിലർ പറയാറുണ്ട് ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും ചേർത്തില്ലെങ്കിൽ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് അത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈസ്റ്റ് ചേർത്തിട്ട് വീഡിയോ കാണിച്ചത്. നന്നായിട്ട് ഇളക്കിയെടുക്കണം. 2-3 മിനിറ്റ്സൊക്കെ നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ആ ഒരു ഈസ്റ്റ് ബാറ്ററിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും. ഞാൻ അടച്ച് വെച്ചിട്ട് ഫെർമെൻ്റ് ആകാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഇത് ഓവർനൈറ്റ് ഇരിക്കുകയാണെങ്കിൽ കറക്റ്റ് ഇത് ഫെർമെൻ്റ് ആയിട്ട് വരും. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് ചൂട് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക്, കബോർഡിനുള്ളിലോ അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പിൽ തീ കത്തിക്കുന്നവരാണെങ്കിൽ, ഈ വിറകടുപ്പിൽ തീ കത്തിക്കുന്നവരാണെങ്കിൽ ആ സൈഡിലോ ചെറിയൊരു ചൂട് കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റ് ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. ഞാൻ സാധാരണ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ പാത്രം വയ്ക്കും. അപ്പോഴത്തേക്കും ഇതുപോലെ കറക്റ്റ് പൊങ്ങി വരും. ചെറിയൊരു ചൂട് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചിലർ പറയാറുണ്ട് പാലപ്പം ഫെർമെൻ്റ് ആയി വന്ന ശേഷം ഇളക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സോഫ്റ്റായിട്ട് വരില്ല എന്നുള്ളത്. പക്ഷേ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് എല്ലാ വശങ്ങളിലും എത്തില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഈ ഉപ്പൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റ്സ് മാറ്റി വയ്ക്കും അടച്ചിട്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ കറക്റ്റ് പദം നന്നായിട്ട് വരും. അതിന് ശേഷമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം കണ്ടോ, ഉപ്പ് എല്ലാ വശങ്ങളിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാൻ വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. എന്നിട്ട് വീണ്ടും പിന്നെ ഇളക്കത്തില്ല, അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്.
അപ്പോൾ ഞാൻ പാലപ്പച്ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഓവർ ഹീറ്റ് ആവരുത്, ഒരു മീഡിയം ചൂട് മതി. മീഡിയം ഫ്ലെയിമിലാണ് ഹീറ്റ് വെച്ചേക്കുന്നതും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വട്ടം ചുറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഷേപ്പിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതുപോലെയും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താമേ. ഇപ്പം നന്നായിട്ട് ഈ ബബിൾസൊക്കെ ഇതുപോലെ വന്നൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിന് ശേഷം വേണം നമ്മൾ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ പാലപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ മൂടി വെച്ചാൽ ബബിൾസ് അധികം വരില്ല. ബബിൾസൊക്കെ ഒന്ന് വന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഞാൻ സാധാരണ ഒരു തവി ബാറ്റർ ഒഴിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 തവിയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നടുവ് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു അധികം ഇങ്ങനെ പൊങ്ങി വരുന്ന ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു തവി ഇങ്ങനെ ഒഴിച്ചുണ്ടാക്കുന്നത്. 2 തവി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നടുവിൽ കുറച്ചുകൂടെ ബാറ്റർ നിൽക്കും, കുറച്ചുകൂടെ പൊങ്ങി വരും കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ഉണ്ടാക്കുന്ന പാലപ്പം കുറച്ച് ഹാർഡായിരിക്കും. അത് ആ ചട്ടിയുടെ ചൂടൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴാണ് ശരിയാവത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഉണ്ടാക്കുന്ന പാലപ്പമായിരിക്കും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ പാലപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അതിൻ്റെ ആ ഒരു 1-2 വട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവുകളൊക്കെ മനസ്സിലാവും. അപ്പോൾ ചോറിൻ്റെ അളവ് ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ ചോറിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ, കപ്പും ഗ്ലാസ്സും ഒന്നും അളവ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ കൈയില്ലേ, കൈക്ക് 1 കൈ ചോറ്, അത് നമ്മുടെ കയ്യിൽ നിറച്ചത് ഹാൻഡ്ഫുൾ ചോറെടുത്തിട്ട് അരച്ചാൽ മതി. അതിനേക്കാളും കൂടുതൽ ഒട്ടും കൂടി പോകരുത്. അത് നിങ്ങൾ അളന്ന് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അളവ് മനസ്സിലാവും. അപ്പോൾ പിന്നെ തേങ്ങ, അപ്പോൾ ഞാനിപ്പോൾ 3/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ അളവ് ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും അപ്പത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചോറിൻ്റെ അളവ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അപ്പത്തെ അത് അഫക്റ്റ് ചെയ്യും. ഹാർഡായിട്ടൊക്കെ പോകും, അല്ലെങ്കിൽ ചിലപ്പം വേവാത്ത പോലെ ഇരിക്കും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ വട്ടം പാലപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും ആദ്യം ഉണ്ടാക്കിയെടുത്ത ശേഷം വീണ്ടും ചട്ടി ഒരുപാട് ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത ശേഷം ഒന്ന് തുടച്ചതിന് ശേഷം വേണം നെക്സ്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിന് ചൂട് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് സോഫ്റ്റായിട്ട് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. വലിയ ടഫായിട്ടുള്ള പ്രൊസീജിയറൊന്നുമല്ല, സിമ്പിളാണ്. അപ്പോൾ ഈ ചിലർ പറയാറുണ്ട് ഈ പാലപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരില്ല എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് ചൂട് കിട്ടുന്ന സ്ഥലങ്ങൾ, ഇപ്പം നമ്മൾ ഗ്യാസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വിറകടുപ്പില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റവ് ഒന്നിങ്ങനെ കത്തിച്ചെടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ആ ചെറിയ ചൂടിലിരുന്നിട്ട് അത് കറക്റ്റ് അത് ഫെർമെൻ്റ് ആയിട്ട് വരും. കണ്ടോ, ഈ അപ്പവും നല്ല സോഫ്റ്റാണ്. അപ്പം ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയെടുത്ത പാലപ്പമാണ് ഇത്. നല്ല പൂ പോലെ സോഫ്റ്റാണ്. കുറച്ചൊന്ന് തണുത്ത് വന്നതിന് ശേഷം നോക്കൂ, നല്ല സോഫ്റ്റാണ്. ചൂടോട് കൂടിയും തണുത്ത് വരുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ട് വരാത്തവർ ഉണ്ടാക്കി നോക്കണം. ഞാൻ ഇപ്പോൾ ഒരു ബ്രൗൺ കളറിലിരിക്കുന്ന ഈ പാലപ്പം ഇല്ല, ഞാൻ ആദ്യം ഉണ്ടാക്കിയ പാലപ്പമാണ്. ആദ്യം ഉണ്ടാക്കിയ പാലപ്പം കുറച്ച് ഹാർഡാവും, കാരണം നമ്മുടെ ചട്ടിയിൽ ചൂടൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരണമെങ്കിൽ രണ്ടാമതൊക്കെ ഉണ്ടാക്കുന്ന അപ്പമാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ വീഡിയോ കണ്ടു നോക്കുക. അപ്പം നമുക്ക് മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അണ്ടിൽ ദെൻ, bye bye.